ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയുടെ ജാക്കറ്റിൽ വരുന്ന കുറച്ച് ചെറുതല്ല, അത്യാവശ്യം കാണാൻ പാകത്തിന് വരുന്നൊരു ഹാൻഡ് വർക്കാണ് കാണിക്കുന്നത്. അതുപോലെ സ്ലീവെൻറ്റിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ജാക്കറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളിലേക്ക് നമ്മളൊരു അനാർക്കലി അംബ്രല കട്ട് ഗൗണായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വൺ സൈഡ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ഡിസൈൻ ഇങ്ങനെ ഞാൻ വരച്ചെടുക്കുന്നതെന്നാണ് കേട്ടോ. ഞാനതിൽ യെല്ലോ കളറ് നമ്മുടെ കാർബൺ പേപ്പർ ഉണ്ടല്ലോ, കാർബൺ പേപ്പറിൻ്റെ തന്നെ യെല്ലോ കളറ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് അതിൽ ഈ ബ്ലൂ കളറൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ എഴുതാനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ബ്ലൂ കളറിലാണ്. അപ്പോൾ അതാകുമ്പോൾ അതിൻ്റെ ആ ഒരു മഷിക്ക് ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ അത് ആ ഡ്രസ്സിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മെയിനായിട്ട് വരുന്നത് ഷുഗർ ബീഡ് യൂസ് ചെയ്യുന്നുണ്ട്, അത് മൾട്ടി കളറാണ്. അതുപോലെ റെയിൻബോ ഷെയ്ഡ് വരുന്ന, അതുപോലെ തന്നെ കട്ട് ബീഡും റെയിൻബോ ഷെയ്ഡ്, പിന്നെ സീക്വൻസ് ഗോൾഡും ഗ്രീനും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ചെയ്യുന്നത് നമ്മുടെ ഗോൾഡൻ സെറി ത്രെഡ് ഇട്ടിട്ടാണ്. പിന്നെ നോർമൽ നീഡിൽസ്, നമ്മൾ ആരി വർക്കിൻ്റെ നീഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രെയിം വന്നിട്ട് 14 ആണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് യൂസ് ചെയ്യുന്ന നമ്മുടെ ത്രെഡ്, നോർമൽ തയ്ക്കുന്ന ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് ആ ഡിസൈൻ വരച്ചെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫ്രെയിം വന്നിട്ട് 14 ആണ് കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ സൈസ് വരുന്നത് 18 ആണ്. 18 വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എനിക്ക് അവിടെ സ്പേസ് കുറവായ കാരണം ഞാൻ ഇങ്ങനെ 14 അതിനുള്ള ആ ഡിസൈൻ അതിൽ കവർ ചെയ്യും. നമ്മുടെ ആ ഒരു വർക്ക് സ്പേസ് അതിൽ കവർ ചെയ്യുന്ന കാരണം ഞാൻ 14 ആണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 18 എടുക്കുമായിരുന്നു. പിന്നെ ചെയ്യാനും ഈ ഇടയ്ക്ക് ഇങ്ങനെ തിരിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നോർമലി ആരിക്കോട്ടിലാണ് എല്ലാവരും ചെയ്യാം, പക്ഷേ ഈ ഡിസൈനൊക്കെ നമുക്കൊരു 2 days കൊണ്ടൊക്കെ തീരും. ആരിക്കോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാൻ തന്നെ നമുക്കൊരു 10-20 മിനിറ്റോളം നമുക്ക് ടൈം വരും. പിന്നെ അരിക്കോട്ട് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ചെയ്യാൻ മോള് ചെറുതായാൽ എനിക്ക് അത്ര പറ്റില്ല, കാരണം എപ്പോഴും താഴേക്ക് ഇറങ്ങി വരുന്ന കാരണം ഞാൻ ആകെ 1-2 വർക്ക് മാത്രമാണ് അരിക്കോട്ടിൽ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഫുള്ള് ഞാൻ ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അരിക്കോട്ടിൽ ചെയ്യാനും നമുക്ക് ഈസിയാണ്, പക്ഷേ ഇതാണ് പ്രശ്നം, ടൈറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കും. പിന്നെ എനിക്കിനി ഒരു ഫ്രെയിം കൂടി വാങ്ങിക്കണമെന്നുണ്ട്, ഇങ്ങനെ സ്റ്റാൻഡ് പോലത്തെ ടൈപ്പ്. അതാകുമ്പോൾ കുറച്ചും കൂടി വീഡിയോ എടുക്കാനും, ഇതിപ്പോൾ ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കറക്റ്റ് ആണ് വച്ചേക്കുന്നതെന്നൊക്കെ അറിയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, ചിലപ്പോൾ നമ്മളറിയില്ല, നമ്മൾ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ വീഡിയോ ചിലപ്പോൾ കട്ടായി പോകും. അങ്ങനെയൊക്കെ 1-2 വട്ടം വന്നായിരുന്നു. അപ്പം അങ്ങനെ ഇതിൽ ഞാൻ എന്നിട്ട് ഈ സെയിം ഡിസൈൻ തന്നെ സ്ലീവിൽ ചെയ്യുന്ന കാരണം ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഫ്ലവർ നമ്മൾ മൊത്തം 3 ഫ്ലവറാണ് വരുന്നത്. അത് നമ്മൾ ചെറിയ ത്രെഡ് ഇട്ടിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കുള്ള എല്ലാം ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെറിയ ത്രെഡ് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ച്, നോർമൽ നമ്മുടെ അരി വർക്കിൻ്റെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റർ പോർഷനിൽ ഒരു ഗ്രീൻ കളർ നമ്മുടെ നോർമൽ 3mm ഒരു ബീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് ഔട്ട്ലൈനായിട്ട് നമ്മൾ നമ്മുടെ റെയിൻബോ ഷെയ്ഡിലുള്ള ഷുഗർ ബീഡാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു പാക്കറ്റ് 450 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ഷൈനിങ് ആയിരിക്കും, ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ വലിയ കുഴപ്പമില്ല ചെയ്യാനായിട്ട്. സൈസ് അത്യാവശ്യം ഇടത്തരം സൈസാണ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഫ്ലവർ പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സെയിം സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഷുഗർ ബീഡ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അതിൽ യൂസ് ചെയ്തേക്കുന്ന നമ്മുടെ സാധാ തയ്ക്കുന്ന നൂലാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും നൈലോൺ പോലത്തെ ത്രെഡ് വെച്ച് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു വട്ടം പോയപ്പോൾ വാങ്ങിക്കാൻ ഞാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ വാങ്ങിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ കുറേ പേര് ചെയ്തേക്കണം കണ്ടു, സെറി ത്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റ് ചെയ്യില്ലേ, കുറച്ച് ഈ ബീഡ്സ് ടൈറ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ ഇടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ സെറി ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ അത് പൊട്ടി പോകുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ എനിക്ക് അത്ര എക്സ്പേർട്ട് ആയിരുന്നില്ല അരി വർക്ക് ചെയ്യാൻ. ഇപ്പോഴും അത്ര അല്ല, എങ്കിൽ പോലും കുറച്ച് പഠിച്ചിട്ടുണ്ട്, ചെയ്തൊരു കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മളത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ സീക്വൻസ് ആയിട്ട് കൊടുക്കുന്നത്. അതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ സെറി ത്രെഡ് ഇട്ട് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സെറി ത്രെഡ് ജസ്റ്റ് നമ്മൾ ഈ ബ്ലൗസിൻ്റെ എൻഡിലൊക്കെ ചെയിൻ സ്റ്റിച്ച് പോലെ കൊടുക്കാനും, എന്നിട്ടത് അതായത് ആ സ്ലീവെൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ബീഡ്സ് ഇട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ പേര് ഇങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട്, പക്ഷേ അത് അത്ര എഫക്റ്റീവായിട്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നോർമൽ സ്വിങ് ത്രെഡ് ഇട്ടിട്ട് തന്നെയാണിത് ചെയ്തു പോകേണ്ടത്. ഞാൻ ചെയ്യാം സെറി ത്രെഡ് ഇട്ട്, പക്ഷേ സെറി ത്രെഡ് ഇടുമ്പോൾ കാലക്രമേണ ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചെയ്തൊരു ഇത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ കട്ട് ബീഡിൻ്റെ വർക്കാണ് കൊടുക്കുന്നത്. ഈ കാണിച്ചിട്ടുള്ള അതിൻ്റെ താഴെ ആ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ബീഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇതന്നെ റെയിൻബോ കട്ട് ബീഡാണ് കൊടുത്തിട്ടുള്ളത്, മെഹന്തി കളറിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ലീഫൊക്കെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഔട്ട്ലൈൻ. എന്നിട്ട് ആ ഒരു സ്പേസ് വന്നോടത്ത് പിന്നെയും സെയിം ഷേപ്പിൽ തന്നെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ ആ ഒരു ഷേപ്പ് കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലും കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പ് നമ്മൾ നമ്മുടെ ഷുഗർ ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. എന്തോരം സ്പേസ് ഉണ്ട്, 3 ബീഡാണെങ്കിൽ 3 ബീഡ്, ആ ഒരു സ്പേസ് കവർ ചെയ്യാൻ പാകത്തിന് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാണ്ട്
ആയിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെയിം വർക്കാണെങ്കിൽ ഫുൾ ചെയ്തെടുത്തേക്കുന്നത് സെയിം തന്നെ ഡിസൈൻ ചെറുതായിട്ട് മാറ്റിയിട്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഫുൾ ഡിസൈൻ എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ വരച്ചെടുക്കുന്നതും കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു വർക്കാണ് നമ്മൾ അതിലും ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാണുമ്പോൾ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കാണുമ്പോഴല്ല, നമ്മൾ ശരിക്കും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാവർക്കും പറ്റും. എല്ലാവരും നല്ല രീതിക്ക് ക്ഷമയോടെ ഇരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആഴ്ച ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒന്നാണ് ആരി വർക്ക്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും, നമുക്ക് കൈ ഒന്ന് ആ ഒരു നീഡിലായിട്ടൊന്ന് സെറ്റ് ആവണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ചെയ്യണം കാണുമ്പോൾ ചോദിക്കുക എവിടെയെങ്കിലും കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന്. ഞാൻ മെയിനായിട്ട് ഒറ്റ കോഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഡിപ്ലോമ കോഴ്സ് 2 ഇയർ കോഴ്സാണ്, ഗവൺമെൻറ്റിൻ്റെ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് ചെയ്തിട്ടുള്ള. ഡിപ്ലോമയാണ് കേട്ടോ എന്നെ. അപ്പോൾ 2 ഇയർ കോഴ്സായിരുന്നു. ആ കോഴ്സിലാണ് ഞാനൊരു ഈ ആരി വർക്കിൻ്റെ ജസ്റ്റ് അത് ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അതും പ്രോപ്പറായിട്ടൊന്നും അങ്ങനെ ജസ്റ്റ് ചെയ്യാൻ മാത്രം, ബേസിക് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്ത് യൂട്യൂബിലൊക്കെ കണ്ടും പിന്നെ അല്ലാണ്ട് കുറച്ച് നേരം ഇരുന്നൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരി വർക്ക് പഠിച്ചെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും പറ്റും. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറോളം മെനക്കെട്ടിട്ടുണ്ട്. മീൻസ് കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു 1 ഇയറോളം മെനക്കെട്ടിരുന്നാണ് ഈ ലോക്ക് ചെയ്യാനൊക്കെ. അത് ഇപ്പോഴും ചെറുതായിട്ട് എനിക്ക് നൂലൊക്കെ ഇങ്ങനെ പൊന്തി വരാറുണ്ട്. അപ്പോൾ ഞാൻ അത് ട്രിം ചെയ്ത് കളയാണ് ചെയ്യാറ്. ശരിക്കും ലോക്കൊക്കെ ചിലപ്പോൾ ലോക്ക് സ്റ്റിച്ച് വീടില്ല, ഇട്ടാൽ പോലും വീടില്ല, അങ്ങനത്തെ സാഹചര്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ കൈയൊക്കെ കുറച്ച് വേദനയൊക്കെ എടുക്കും കേട്ടോ. കാരണം ഈ സൂചി വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ തുളിപ്പിൻ്റെ നീഡിൽ ട്രൈ ചെയ്യാണ്ട് നമ്മുടെ അയൺ നീഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയൺ നീഡിലിൻ്റെ എൻഡിൽ എന്തെങ്കിലും നൂലോ എന്തെങ്കിലും ടേപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് നമ്മുടെ പെൻസിലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഒരു കൈക്ക് ഒരു വഴക്കം കിട്ടൂലേ, അതുപോലെ നമ്മൾ പിടിക്കുന്ന പോർഷനിൽ എന്തെങ്കിലും ടൈറ്റ് ചെയ്ത് കുറച്ച് വണ്ണത്തിൽ ഉരുണ്ടിരിക്കാൻ പാകത്തിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ട്രൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അയൺ നീഡിലിൻ്റെ 2 ടൈപ്പ് വരുന്നുണ്ട്, 2 അല്ല 3 അങ്ങാണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ തുളിപ്പ് തന്നെ പോലെ തന്നെ തുളിപ്പ് 14 വരുന്നുണ്ട്, 23 വരുന്നുണ്ട്. അപ്പോൾ അയൺ നീഡിൽ നമ്മളൊന്ന് സ്റ്റാർട്ടിങ്ങിൽ അയൺ നീഡിൽ തന്നെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും അരി വർക്ക് ചെയ്യാനായിട്ട്. ഫസ്റ്റ് തന്നെ ഞാനൊക്കെ തുളിപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. തുളിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലായാലും കുറച്ചും കൂടി പിടിക്കാനൊക്കെ എളുപ്പമാണ്, പിന്നെ കുറച്ചും കൂടി കംഫർട്ടാണ്. കാരണം കുറച്ചും കൂടി വണ്ണമുണ്ട്. ഇതിനപേക്ഷിച്ച് അതിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മുടെ ഫിംഗർ പിടിക്കാൻ എളുപ്പത്തിനുള്ള രീതിക്കാണ് അവർ ഫോം ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എളുപ്പമാണ് പിടിക്കാനൊക്കെ ആയിട്ട്. അയൺ നീഡിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഷേപ്പിലാണ്, അതായത് നേരെ വീര് തിന്നായിട്ട് വന്നിട്ടാണ് ആ ഒരു സൂചി ഇരിക്കുന്ന പോർഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പിടിക്കുമ്പോൾ നമുക്ക് അത്ര വഴക്കം കിട്ടില്ല, കൈക്ക് അത്ര മരുങ്ങ് കിട്ടില്ല. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡൊക്കെ ഷുഗർ ബീഡും സീക്വൻസ് 2 കളറാണ് ഈ സ്പ്രെഡിങ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി വോക്ക് മാത്രം ഒരു 2.5 ഇഞ്ചോളം വീതിയാണ് വന്നിട്ടുള്ളത്. ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒരു 13 ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് സ്പ്രെഡ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോർമൽ സൂചി വെച്ചിട്ടാണ് ഈ സ്പ്രെഡിങ് ചെയ്തത്. ഇടയ്ക്ക് വെച്ചിട്ട് ഈ സീക്വൻസ് ഒക്കെ കെട്ടിട്ട് ഓരോന്ന് ലോക്കിട്ട് കൊടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന കാരണം ഞാൻ പറയുന്നത് ഞാനിപ്പോഴും എക്സ്പേർട്ട് ആയിട്ടില്ല, അതുകൊണ്ടാണ്. എന്നാലും ചെയ്താൽ നമുക്ക് പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് സീക്വൻസ് ഒക്കെ ചെയ്തത്. കുറച്ചൊക്കെ ഞാൻ ചെയ്തെങ്കിലും എനിക്ക് കെട്ടിടുമ്പോൾ കുറച്ചിങ്ങനെ നൂല് പൊന്തി നിൽക്കണ കാരണം എനിക്ക് കുറച്ച് ഫിനിഷിങ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ നോർമൽ നീഡിലാണ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ഡിസൈൻ വന്നിട്ട് ചെറിയൊരു ഡിസൈനാണ്, കാരണം കൈയിൻ്റെ എൻഡാണ് വരുന്നത്. അതായത് ഫുൾ സ്ലീവ് ആയ കാരണം ഒരു 8 ഇഞ്ചിലാണ് നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് ലൂസായിട്ട് കിടക്കണമല്ലോ, അതുകൊണ്ട് 8 ഇഞ്ചിൽ ആ ഒരു ഡിസൈൻ വരാൻ പാകത്തിനും സൈഡിലേക്കും അതിൻ്റെ ബാക്കിയുള്ള ഒരു സ്പേസും നമ്മളിതുപോലെ സ്പ്രെഡിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഗ്രീൻ വന്നിട്ട് ആ ഒരു എമറാൾഡ് കളറിൽ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതെൻ്റെ സ്ഥിരം കസ്റ്റമറിന് വേണ്ടി ചെയ്ത് കൊടുത്തൊരു വർക്കാണ് കേട്ടോ. ആൾ എപ്പോഴും നമുക്ക് വർക്ക് തരാറുണ്ട്, നല്ലൊരു കസ്റ്റമറാണ്. മോളൊക്കെ എനിക്ക് കുട്ടിയൊക്കെ ഉള്ള കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആൾ ഭയങ്കര കോപ്പറേറ്റ് ആണ്. കാരണം എന്തെങ്കിലും ഒരു ഡേറ്റൊക്കെ മാറ്റി പറഞ്ഞാലും ആൾക്ക് അങ്ങനെ വിഷയം വരാറില്ല. നല്ല സഹായിക്കുന്ന ഒരു കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കും കിട്ടാറുണ്ട് ആളുടെ. ഇടയ്ക്കിടയ്ക്ക് ആൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും. പാർട്ടി വെയർ ആയിട്ടും അല്ലാണ്ടൊക്കെ കൊച്ചിനും കൂടിയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം ആൾക്ക് മാത്രമായിട്ടാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫുൾ വീഡിയോ ഒന്ന് കാണണേ. പിന്നെ എൻ്റെ അടുത്ത് 1-2 കമൻസിൽ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചായിരുന്നു. അത് വലിയ പാടൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. ഞാൻ വേണമെങ്കിൽ അതിൽ ചെറിയൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഫ്രെയിം ഫിറ്റ് ചെയ്യുന്ന ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്ക് തന്നെയാണ്. പിന്നെ ഓവറായിട്ട് വലിക്കാണ്ടിരിക്കും. അപ്പോൾ തുണി പിന്നി പോകാൻ ചാൻസ് ഉണ്ട്. ഓരോ തുണിയും വ്യത്യാസം ഉണ്ടല്ലോ. ഈ ഒരു തുണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ തുണിക്ക് അത്ര വിഷയമില്ല, ജോർജറ്റ് അത്ര വിഷയമില്ല. ചില തുണികൾ ഈ സിൽക്ക് ടൈപ്പ് വരുന്ന ഒരു സിൽക്കിൻ്റെ ടെക്സ്ചർ വരുന്ന തുണികളൊക്കെ പെട്ടെന്ന് ചെറുതായിട്ടെങ്കിലും ഒരു പിന്നൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഫ്രെയിം എപ്പോഴും നല്ല ടൈറ്റായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജാക്കറ്റിൻ്റെ കഴിഞ്ഞിട്ടും ഡ്രസ്സിൻ്റെയും കൂടി ഒരു വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഭയങ്കര വ്യൂസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വളരെ കഷ്ടപ്പെട്ടിരുന്നിട്ടാണ് ഈ വർക്കിൻ്റെ വീഡിയോ കൂടി ചെയ്തെടുക്കുന്നത്, കാരണം നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഡ്രസ്സിൻ്റെ വീഡിയോ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ പിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല,
കിട്ടുമ്പോൾ ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചാനൽ കാണുന്ന എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ നമ്മുടെ ചാനൽ. പിന്നെ എന്താ, അപ്പോൾ നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും. പക്ഷേ എനിക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. ചില വീഡിയോസൊക്കെ എനിക്ക് തന്നെ തോന്നാറുണ്ട്. കാരണം അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവായിട്ടാണ് കാണിക്കുന്നത്. വ്യൂസ് പോകുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്ലീവിൻ്റെ വീഡിയോ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ എന്തായിരുന്നു, പിന്നെ ഈ എൻഡിലൊക്കെ കുറച്ച് നമ്മൾ വർക്ക് പെൻഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ ചിലപ്പോൾ സൈഡ് എൻഡിലൊക്കെ കുറച്ച് നമുക്ക് പൊട്ടിച്ചളയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ അത് ലാസ്റ്റാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫുൾ ഡ്രസ്സിൻ്റെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.